സറാഫ്സിൻ്റെ കൈപിടിച്ച് ഉണ്ണികൃഷ്ണൻ സ്വപ്നഭവനത്തിൽ പ്രവേശിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് കൂട്ടാല വടക്കേമുറി ഉണ്ണികൃഷ്ണന് സറാഫ്സ് ചാരിറ്റബിൾ സൊസൈറ്റി പുനർനിർമ്മിച്ചു നൽകിയ വീടിൻ്റെ താക്കോൽദാനം കേരള റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. നാട്ടിലും വീട്ടിലും കമ്പോളവൽക്കരണം നടക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്നും ഇങ്ങനെയല്ല ജീവിക്കേണ്ടത് എന്നും ജീവിതം ഒരു നാടിന് മുഴുവൻ നന്മ ചൊരിയുന്ന കാരുണ്യം ചൊരിയുന്ന പ്രവർത്തനങ്ങളാണ് എന്നും ഇത് ഒരു സമൂഹത്തെ മുഴുവൻ ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനമാണ് സറാഫ്സിൻ്റേതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. 3 വർഷങ്ങൾക്ക് മുൻപ് ജോലിസ്ഥലത്ത് മരത്തിൽ നിന്ന് വീണ് അരയ്ക്ക് താഴെ തളർന്നു പോയതോടെ ഉണ്ണികൃഷ്ണൻ എന്ന 34-കാരൻ്റെ ജീവിത സ്വപ്നങ്ങളും അസ്തമിച്ചുപോയി. വൃദ്ധരായ മാതാപിതാക്കളുടെയും പറക്കമുറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെയും ഭാര്യയുടെയും ഏക ആശ്രയമായിരുന്നു ഉണ്ണികൃഷ്ണൻ. വർഷങ്ങൾക്കു മുൻപ് സർക്കാർ സഹായത്തോടെ ആരംഭിച്ച വീടിൻ്റെ പണി പൂർത്തിയാക്കാനാകാതെ വീടിൻ്റെ പലയിടങ്ങളിലും കേടുപാടുകൾ സംഭവിച്ചു. ഇതിനിടയിലാണ് ഉണ്ണികൃഷ്ണൻ വീൽ ചെയറിൽ തളയ്ക്കപ്പെട്ടത്. തൻ്റെ വിധിയെ ഓർത്ത് നെടുവീർപ്പോടെ കഴിയുമ്പോഴാണ് സറാഫ്സ് കൈത്താങ്ങുമായി എത്തിയത്. അറ്റാച്ച്ഡ് ബാത്റൂം, വാതിലുകൾ, പ്ലംബിംഗ്, പെയിൻറ്റിംഗ്, ഫ്ലോർ ടൈൽ എന്നിവ ഉൾപ്പെടെയുള്ള എല്ലാ പണികളും പൂർത്തിയാക്കി മനോഹരമായ ഒരു വീടാണ് ഉണ്ണികൃഷ്ണന് നൽകിയിരിക്കുന്നത്. 2.5 ലക്ഷം രൂപയാണ് സറാഫ്സ് വീടിനായി ചെലവഴിച്ചത്. സറാഫ്സ് പ്രസിഡന്റ് ഫാദർ CM രാജു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, വാർഡ് മെമ്പർ ഫ്രാൻസിന ഷാജു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ജനറൽ കൺവീനർ എബ്രഹാം നാഞ്ചിറ സ്വാഗതവും ഈശോ ജോയ് നന്ദിയും പറഞ്ഞു. ബോർഡ് അംഗങ്ങളായ ബെന്നി TV, ഷിബു TJ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ മഹനീയമായ പ്രസ്ഥാനം മനുഷ്യനായി നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൽ വ്യക്തിപരമായ എൻ്റെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും പേരിലുള്ള നന്ദി, കടപ്പാട്, സ്നേഹമെല്ലാം സറാഫ്സിന്റെ പ്രവർത്തകരെ ആദ്യം അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സറാഫ്സുമായിട്ടുള്ള ബന്ധം ദീർഘകാലത്തെയാണ്. പേര് പറയാൻ മാഷ് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. എത്ര വീടുകളിലാണ് പെൺകുട്ടികളുടെ വിവാഹ തലേന്ന് സറാഫ്സ് കൊടുക്കുന്ന കൊച്ചു സമ്മാനം കൊച്ചെന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ അതില്ലായിരുന്നെങ്കിൽ പന്തലിലേക്ക് ഇറങ്ങിപ്പോകാൻ പറ്റാത്ത വിധം ഒറ്റപ്പെടുമായിരുന്നു എന്ന് തോന്നുന്ന ഒരു ഘട്ടത്തിൽ പന്തലിലേക്ക് ഇറങ്ങിപ്പോയി കഴുത്ത് നീട്ടിക്കൊടുക്കാൻ, കരുത്തു പകരുന്ന വിധത്തിലുള്ള സമ്മാനം കൊടുക്കാൻ ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ട് കൂടി പോയിട്ടുണ്ട് പല ഘട്ടത്തിലും. ഇത് ആരോടും അങ്ങനെ സറാഫ്സ് പറയുന്നതോ ബോർഡ് വെക്കുന്നതോ പ്രചരണം കൊടുക്കുന്നതോ ഒന്നുമല്ല. എങ്കിലും ഞാൻ മാഷോട് പറഞ്ഞിട്ടുണ്ട്, പല ഘട്ടത്തിലും പല സ്ഥലങ്ങളിലും പോയപ്പോൾ, ഒന്നല്ല ഒരുപാട്, ഞാൻ മാഷോട് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കുറച്ച് ആളുകൾ അറിയേണ്ടതുണ്ട്. അത് സറാഫ്സിന്റെ പേര് എഴുതി വെക്കാനല്ല, ഇങ്ങനെയാണ് മനുഷ്യൻ ജീവിതത്തെ കാണേണ്ടത് എന്ന് ഒരു സമൂഹത്തെ ആകെ ബോധ്യപ്പെടുത്താൻ ഇത് ചിലത് പറഞ്ഞു വെക്കേണ്ടത് തന്നെയാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലും പോയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഒരു ചടങ്ങിൽ കൂടി പങ്കെടുക്കേണ്ടതായിരുന്നു. ഞാൻ ഭാര്യ ഒന്ന് ആശുപത്രിയിലായി. എനിക്കാണെങ്കിൽ പല്ലിനൊരു കുറേ കാലമായി. അപ്പോൾ ഒരു റൂട്ട് കനാൽ ചെയ്താൽ ഇങ്ങനെ അപകടം പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. 2 ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ലോക്കായി. ഞാൻ പറഞ്ഞു ഈ ചടങ്ങിന് ഞാൻ വരാം, അതൊരു ദിവസം കൂടി നീട്ടിവെച്ചാൽ നന്നായി. പക്ഷെ മറ്റതിനെത്താൻ പറ്റില്ല, കാരണം ഇന്നലെ കല്യാണമാണ്. മിനിഞ്ഞാന്ന് തന്നെ അവരെ യാത്രയാക്കേണ്ടതാണ്. സറാഫ്സ് ആ വിധത്തിൽ മനുഷ്യ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അനേകം ആളുകൾക്ക് വിവിധ തരത്തിൽ, അത് ഭവന നിർമ്മാണമാണെങ്കിലും, വിവാഹ സഹായമാണെങ്കിലും, വിദ്യാഭ്യാസ സഹായമാണെങ്കിലും, ചികിത്സാ സഹായമാണെങ്കിലും വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി, അതുപോലെ മുൻ പ്രസിഡന്റ് മീനു ടീച്ചറും ഇങ്ങനെയുള്ള എല്ലാവർക്കും ഇക്കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിവുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇങ്ങനെ ഒരു മനോഹരമായ നിമിഷം ഒരു ദിവസം നമുക്ക് ലഭിച്ചത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഉണ്ണികൃഷ്ണൻ്റെ ഇപ്പോഴത്തെ ഒരു ശാരീരിക സ്ഥിതി പരിഗണിച്ച് അവർക്ക് അത്യാവശ്യം ഒരു ബാത്റൂമാണ്. അത് വീടിന് പുറത്ത് ഒന്ന് നിർമ്മിച്ചു കൊടുക്കുക എന്നൊരാവശ്യമാണ് ഉന്നയിച്ചിരുന്നത്. ഞങ്ങളിവിടെ വന്ന് അന്വേഷിച്ചപ്പോൾ ഉണ്ണികൃഷ്ണന് പുറത്തൊരു ബാത്റൂം തുടക്കാൻ ഞങ്ങൾക്ക് ഒരു 10,000-70,000 രൂപ ഉണ്ടെങ്കിൽ തീരാവുന്നതേ ഉള്ളൂ. പക്ഷെ അത് ഉണ്ണികൃഷ്ണൻ പ്രയോജനപ്പെടാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം ഉണ്ണികൃഷ്ണനെ വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒരു പാത്രം എനിക്ക് പോകാനൊരു എളുപ്പമുള്ള കാര്യമാണ്. വീട്ടിൽ മാത്രം കണ്ടിരിക്കാൻ കഴിയുന്ന ഒരാൾക്ക് അത് അസാധ്യമാണ്. അതുകൊണ്ട് ഞങ്ങൾ വീട് മൊത്തം അങ്ങനെയാണ് എന്ന് നോക്കിയപ്പോൾ ഉണ്ണികൃഷ്ണൻ്റെ ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തു കൊടുക്കലായിരിക്കും
ഈ ഉന്മേഷനെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനപ്രദം എന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് ഒരു ബാത്റൂം എല്ലാ സൗകര്യങ്ങളോടും കൂടി പണിതീർത്ത് അതിന് വാട്ടർ ടാങ്ക്, പൈപ്പ് കണക്ഷൻ, ആവശ്യമായ എല്ലാ കാര്യങ്ങളും. അതുകൂടാതെ ഈ വീടിൻ്റെ തറ വെറുതെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മൊത്തം ഈ വീടിൻ്റെ ഫ്ലോറിങ് ടൈൽ ചെയ്ത് കൊടുക്കുകയും ഒരു വീട് ഇത് ബ്ലോക്കിൽ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് പണിതൊരു വീടാണെന്നാണ് മനസ്സിലാക്കിയത്. അത് 10 വർഷം പഴക്കമുള്ള ഒരു വീടായിരുന്നെങ്കിലും അത് വേണ്ട വിധത്തിൽ പരിചരിക്കാത്തത് കൊണ്ട് അതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ കമ്പികളൊക്കെ തുരുമ്പിടിച്ച് പുറത്ത് വന്ന് എപ്പോൾ വേണമെങ്കിലും പൊടിയാന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് അധ്വാനം കൂടുതൽ വന്നിട്ടുണ്ട് ഇതിൻ്റെ കാര്യത്തിൽ. കാരണം ആ സ്ലാബിൻ്റെ കുറേ ഭാഗങ്ങൾ മുറിച്ച് മാറ്റി രണ്ടാമത് അത് ചെയ്യേണ്ടി വന്നു. അതുപോലെ തന്നെ ബാത്റൂം നിർമ്മിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ ഒരു ആവശ്യമാണ് ആ വീൽ ചെയർ കൂടെ ബാത്റൂമിൻ്റെ അകത്തേക്ക് കിടക്കുന്ന ഒരു സൈസുള്ള ഡോറ് വേണം. അത് ചുമര് കട്ട് ചെയ്ത് അത് ചെയ്യേണ്ടി വന്നു. എന്തായാലും ഇപ്പോൾ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒരു 10-25 വർഷത്തേക്ക് ഉണ്ണികൃഷ്ണന് സുരക്ഷിതമായിട്ട് ജീവിക്കാവുന്ന ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.